നമസ്കാരം. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ച ഏക സഖാവാണ് കെ രാധാകൃഷ്ണൻ. MP സ്ഥാനം ലഭിച്ചതോടെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമകാര്യം നോക്കിയിരുന്ന മന്ത്രി ചരിത്രപരമായ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് മന്ത്രി കസേര ഒഴിഞ്ഞത്. അതായത് കോളനി, സങ്കേതം, ഊര് എന്നീ പേരുകൾ അഭിസംബോധന ചെയ്യുന്നത് അപമതിപ്പിന് കാരണമുണ്ടാകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പട്ടിക വിഭാഗക്കാർ താമസിക്കുന്ന മേഖലകളെ കോളനി, സങ്കേതം, ഊര് എന്നിവയൊന്നും പറയേണ്ടതില്ല എന്നും അത് മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. പിന്നാലെ സൈബർ ഇടങ്ങളിലും സഖാക്കന്മാർക്കുമെല്ലാം ഇടയിൽ മന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും പ്രശംസന വാക്കുകളും എല്ലാമായിരുന്നു ഉയർന്നത്. ഇത്തരം വാക്കുകൾ പറയുമ്പോൾ മോശമായാണ് തോന്നുക എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അഥവാ അങ്ങനെ തോന്നുന്നവർ നമുക്കിടയിലുണ്ടെങ്കിൽ ഈ തീരുമാനം എടുക്കാവുന്നതാണ്. പ്രശംസനീയം തന്നെയുമാണ്. അദ്ദേഹത്തിന്റെ ഈ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നുണ്ട്. പക്ഷേ ഈ തീരുമാനങ്ങൾക്കൊക്കെ മുമ്പ് താങ്കൾ ചെയ്തു തീർക്കേണ്ടുന്ന കടമകൾ ഒരുപാടുണ്ടായിരുന്നു. അതിനുവേണ്ടി താങ്കൾ എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഊരും പേരും ഒഴിവാക്കിയിട്ട എന്ത് കാര്യം എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രാദേശികവും സാമൂഹികവുമായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ വൈകാരികമായി എടുത്ത ഒരു തീരുമാനം എന്നതാണ് ഇതിനെക്കുറിച്ച് പൊതുവായിട്ട് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട വിലയിരുത്തൽ. പിന്നാക്കത്തിൽ കഴിയുന്ന ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവരെ പൊതുസമൂഹത്തോട് ഇടകലർന്ന് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്താൽ മാത്രമേ അവരുടെ സാമൂഹികമായ സമത്വത്തിലേക്കുള്ള ചുവടുവെപ്പ് ആവുകയുള്ളൂ. അതല്ലാതെ പോകുന്ന പോക്കിന് ചുളുവിൽ ചരിത്രത്തിൽ കയറി പറ്റാനുള്ള ലൊട്ടുലൊടുക്കു വിദ്യ കൊണ്ട് ഒരു കാര്യവുമില്ല. ഇത്രയും കാലം വകുപ്പ് കൈകാര്യം ചെയ്തിട്ട ഈ വിഭാഗങ്ങൾക്കായി മന്ത്രി എന്തു ചെയ്തു എന്നത് വ്യക്തമാക്കാൻ വളരെയധികം ബാധ്യസ്ഥനാണ്. ഈ ഒരു മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിനിടയിൽ പോലും മന്ത്രി അക്കാര്യം മറന്നുപോയത് നമുക്കിവിടെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അത് മാത്രവുമല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മന്ത്രിയുടെ അഭാവത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ഏകദേശം 700 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. മത്സരത്തിനിറങ്ങിയപ്പോൾ ഉത്തരവാദിത്തങ്ങൾ മറ്റാരെയും ഏൽപ്പിച്ചില്ല എന്നതും സ്വയം ആ ഉത്തരവാദിത്തം ചെയ്തില്ല എന്നതുമാണ് ഇതിന്റെ പ്രധാന കാരണം. സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസമായ മാർച്ചിൽ രാധാകൃഷ്ണൻ സെക്രട്ടേറിയറ്റിൽ ഇല്ലാതിരുന്നത് മൂലം പദ്ധതി തുക ചെലവഴിക്കുന്നതിൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ പദ്ധതി തുക ചെലവഴിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന വകുപ്പാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾ എങ്കിൽ പോലും പട്ടികജാതി പട്ടികവർഗ വകുപ്പിന്റെ 1283.06 കോടി പദ്ധതിയിൽ ചെലവാക്കിയത് വെറും 69% മാത്രമായിരുന്നു. ഇത് പ്ലാനിംഗ് ബോർഡ് കണക്കുകൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ്. 688.63 കോടിയുടെ പട്ടികവർഗ വകുപ്പിന്റെ പദ്ധതിയിൽ ചെലവാക്കിയത് വെറും 51% മാത്രം. മന്ത്രിമാർ MP സീറ്റിലേക്ക് മത്സരിക്കുന്നതിൽ തെറ്റില്ല എങ്കിലും അത് കാരണം ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുകൂടെ അദ്ദേഹം ഓർക്കേണ്ടതുണ്ടായിരുന്നു. വകുപ്പുകളുടെ ചുമതല താൽക്കാലികമായി പോലും കൈമാറാതെ കസേരയിൽ അള്ളിപിടിച്ച് ആലത്തൂർ മത്സരിക്കാൻ കെ രാധാകൃഷ്ണൻ പോയത് മൂലം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുടെ 50% പദ്ധതികളും പാഴായി പോയി എന്നതാണ് പ്രധാനപ്പെട്ട പറയേണ്ടിയിരിക്കുന്നത്. അർഹമായ 700 കോടിയോളം രൂപയാണ് ഇക്കണക്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് നഷ്ടമായത്. അത് മാത്രവുമല്ല, ഓരോ ഫയലുകളും ഓരോ ജീവനുകളാണെന്ന് പറയുന്ന സർക്കാരിലേക്ക് എത്തിയ 14.78 ലക്ഷത്തോളം ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ മിക്കതും ഈ പറയുന്ന മന്ത്രി കെ രാധാകൃഷ്ണന്റെ പരിഗണനയിലേക്ക് എത്തേണ്ടുന്ന ഫയലുകൾ തന്നെയായിരുന്നു. രാധാകൃഷ്ണൻ ആലത്തൂരിൽ മത്സരിക്കാൻ പോയപ്പോൾ ആ പട്ടികജാതി വകുപ്പിൽ എത്തേണ്ടുന്ന ഈ ഫയലുകളെല്ലാം അനാഥമായി കിടക്കുകയായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു 10 എണ്ണത്തിലെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ, ആ ഫയൽ പരിഗണിച്ചിട്ടുണ്ടോ എന്നതെല്ലാം ഒരു ചോദ്യമാണ്. എന്ന് വെച്ചാൽ മത്സരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാതിരുന്ന രാധാകൃഷ്ണനെ പിണറായി നിർബന്ധിച്ച് ആലത്തൂരിലേക്ക് വിട്ടതോടെ ഇതിന്റെ ദുരിതം അനുഭവിക്കേണ്ടി വന്നത് പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് മാത്രമാണ് എന്നതാണ് ചുരുക്കം. എന്നിട്ടാണ് അവർക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ചില വാക്കുകൾ മാത്രം അദ്ദേഹം ഇപ്പോൾ മാറ്റിക്കുറിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വാക്കുകൾ അപമാനകരമായി തോന്നിയത് കേരളത്തിലെ ചില പ്രബുദ്ധ മലയാളികൾക്ക് മാത്രമാണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും തങ്ങളുടെ അത്തരം വാക്കുകൾ മോശമാണെന്ന് തോന്നിയിട്ടില്ല. എനിക്കും തോന്നിയിട്ടില്ല. അപ്പോൾ അത്തരം വാക്കുകൾ സാധാരണമാണ് എന്ന് ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് പകരം, അവർക്ക് വ്യക്തമാക്കി നൽകുന്നതിന് പകരം അവ ഇല്ലാതാക്കുന്നതിലൂടെ അതിലെന്തോ തെറ്റുണ്ട് എന്ന രീതിയിലാണ് ഒരു സന്ദേശം പോയിരിക്കുന്നതെന്ന് ആരും മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ കെ രാധാകൃഷ്ണന്റെ മന്ത്രിസ്ഥാനത്തേക്ക് പകരമായി OR കേളുവിനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ഇനി അദ്ദേഹമെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ചെറിയൊരു പരിഹാരമെങ്കിലും കാണും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്.